നമസ്കാരം. നാസ് സിനിമ വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ നൽകിയ അകമൊഴിഞ്ഞ സഹകരണങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പത്മശ്രീ ഭരത് മമ്മൂക്കയെക്കുറിച്ചുള്ള പുതിയ ഒരു എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള തമിഴ് സിനിമയെക്കുറിച്ചാണ്. തമിഴ് സിനിമകളിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ വേഷങ്ങളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള തമിഴ് സിനിമകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1990 കെ മധു സംവിധാനം ചെയ്ത മൗനം സമ്മതം, ഈ ചിത്രത്തിലെ നായക കഥാപാത്രമായ അഡ്വക്കേറ്റിൻ്റെ വേഷത്തിലാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഉങ്ക വീട്ടുക്കും സുന്ദര വീട്ടുക്കും ഇടയിലെ എவ்வளவு ദൂരം இருக்கும்? என்ன பெருசா கூப்பிடுற தொலைவு இருக்கும். அப்படின்னா ஒரு 300 மீட்டர் இருக்குமா? இந்த மீட்டர் கீட்டர்லாம் நமக்கு புரியாது சார். அடினா தெரியுமா? அப்ஜெக்ஷன் யுவர் ஆனர். அடினா அடிக்கிறது இல்ல சார், ஃபுட் சார். எத்தனை அடி இருக்கும்? அடி கிடியெல்லாம் நான் அளந்து பார்க்கல சார். குத்து மதிப்பா சொன்னா நம்ம கோர்ட் கேட்டு வாசல்ல இருந்து இந்த இடம் வரைக்கும் இருக்கும். அப்ராக்சிமேட்லி 500 ஃபீட் இருக்கு யுவர் ஆனர். 1991 കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അഴകൻ, പേരുപോലെ തന്നെ ഈ പ്രണയകാവ്യത്തിലെ സുന്ദരനായ നായകൻ്റെ വേഷത്തിൽ മമ്മൂക്ക തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി. I love you. I love you. அதிலே இல்லாம அதுல இருந்து அடுத்த கடத்துக்கு போறது பெட்டர்னு நினைக்கிறேன். ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത ദളപതി. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെ തതുല്യമായ വേഷത്തിൽ മമ്മൂക്ക ആടിത്തിമിർക്കുക. തുടർന്ന് 1993 ഫാസിൽ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമാണ് കിളിപ്പേച്ച് കേൾക്കവ. മനോഹരമായ ഗാനങ്ങളും കഥാസന്ദർഭങ്ങളും കൊണ്ട് സുന്ദരമാണ് ഈ ചിത്രം. ഫാസിലിൻ്റെ തന്നെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഹൊറർ സീക്രട്ടുകളെയെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ് കിളിപ്പേച്ച് കേൾക്കവ. തുടർന്ന് 1995 കെ സെൽവമണി സംവിധാനം ചെയ്ത മക്കൾ ആട്സി, കുടുംബ രാഷ്ട്രീയത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രം തമിഴ്നാട്ടിലും തെലുങ്കാനയിലും കേരളത്തിലും സൂപ്പർ ഹിറ്റായിരുന്നു. തുടർന്ന് 1997 അരസീൽ, ആർ കെ സെൽവമണി സംവിധാനം ചെയ്ത അരസീൽ രാഷ്ട്രീയ ചിത്രം തന്നെയായിരുന്നു. 1998 മറുമറൾച്ചി, കെ ഭാരതി സംവിധാനം ചെയ്ത മറുമറൾച്ചി അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. തുടർന്ന് 2000 കണ്ടുകൊണ്ടേൻ മമ്മൂക്കയും അജിത്തും മുഖ്യവേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു ഫാമിലി ത്രില്ലർ മൂവിയായിരുന്നു. തുടർന്ന് 2001 എതിരും പതിരും, ധരണി സംവിധാനം ചെയ്ത എതിരും പതിരും കുടുംബ പ്രേക്ഷകരുടെ കയ്യടി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു. 2001 തന്നെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആനന്ദം. മമ്മൂക്കയും തമിഴ് നടൻ മുരളിയും മനോഹരമായി പെർഫോം ചെയ്ത ചിത്രം മലയാളത്തിലെ വാത്സല്യം പോലെ സൂപ്പർ ഹിറ്റും മനോഹരവുമായിരുന്നു. തുടർന്ന് 2002 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാർമേഘം. കഥാസന്ദർഭങ്ങൾ കൊണ്ടും അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടും ധന്യമായിരുന്നു കാർമേഘം. തുടർന്ന് 2019 പേരൻപ്, റാം സംവിധാനം ചെയ്ത പേരൻപ് മമ്മൂക്കയ്ക്ക് കുറച്ചൊന്നുമല്ല പ്രശംസ നേടിക്കൊടുത്തത്. മികച്ച നടനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം ഉൾപ്പെടെ
ഒട്ടനവധി പ്രശംസകളും അംഗീകാരങ്ങളുമാണ് മമ്മൂക്കയ്ക്ക് ഈ ചിത്രത്തിലൂടെ ലഭിച്ചത്. ഓക്കെ, കം ബാക്ക്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മമ്മൂക്കയെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡ് അധികം വൈകാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മലയാളത്തിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ 2000 മുതൽ ഇങ്ങോട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ചെറിയ പാകപ്പിഴവുകളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിപ്പിച്ചു. അത് മനഃപൂർവ്വമല്ല. മമ്മൂക്ക 400-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ചിത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള 3-4 ചിത്രങ്ങൾ കൂടെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഉടൻ പ്രതീക്ഷിക്കുക. ഓക്കെ, ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.